അസ്സലാമലൈക്കും, എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് കേരള സിലബസിൻ്റെ 10th സ്റ്റാൻഡേർഡിൻ്റെ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇനി പാർട്സായിട്ട് ഓരോരോ പാർട്സായിട്ട് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഡയറക്റ്റ്ലി. എന്താണ് സർക്കിൾ? സോ സർക്കിൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് പേടിയാണ്. സർക്കിൾ ഈസ് എ ടഫ് ചാപ്റ്റർ എന്നൊക്കെയാണ് എല്ലാവരും പറയാറ്. പക്ഷേ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഇതിനെ ശരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ തിയറംസ് മോസ്റ്റ്ലി പ്രൂവ് ചെയ്യുക എന്നാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ചെയ്യണേ എന്ന് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് കോൺസെപ്റ്റ് അറിയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ടീച്ചിങ് ഹിയർ ദ ടേംസ്. എന്തൊക്കെയാണ് അതിൻ്റെ ടേംസ്? ഫസ്റ്റ് സർക്കിൾ എന്ന് പറയുമ്പം നമ്മൾ സർക്കിളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് രണ്ട് ഫിഗേഴ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ പറയട്ടെ, എല്ലാ ഫിഗേഴ്സും നമ്മൾ എന്തിപ്പോൾ ലൈൻ വരച്ചാലും, ഒരു ട്രയാങ്കിൾ വരച്ചാലും, ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചാലും, ഒരു സ്ക്വയർ വരച്ചാലും, എല്ലാം സ്ക്വയർ വരച്ചാലും, ഒരു ലൈൻ ഇങ്ങനെ വരച്ചാലും, ഈ എല്ലാ ഫിഗറും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബേസിക് പോയിന്റ് ഉണ്ട്. ദർ ഈസ് എ പോയിന്റ്, അല്ലേ? സം ഓഫ് സം പോയിന്റ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് പോയിന്റ്സ് കൂടിയതാണ് ഒരു ഫിഗർ എന്ന് പറയുന്നത്. സോ any figure, if we draw any figure that starts from a basic point, ഒരു ബേസിക് പോയിന്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ലൈൻ വരച്ചു, ഇറ്റ്സ് എ സെറ്റ് ഓഫ് പോയിന്റ്സ്. ലൈനിലുള്ള എത്രയോ പോയിന്റ്സ് ഒളിഞ്ഞെടുക്കുന്നില്ലേ? അതേപോലെ നമ്മൾ സർക്കിൾ എന്ന് പറയുമ്പം ഡെഫിനിഷൻ പറയുന്നത് എ സെറ്റ് ഓഫ് പോയിന്റ്സ് ഡ്രോൺ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. അതായത് ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് തന്നെയാണ് സർക്കിളും. ബിക്കോസ് സർക്കിൾ ഈസ് ഓൾസോ എ ഫിഗർ. വി യൂസ് സർക്കിൾ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ്. പ്രോജക്റ്റും സെമിനാർസ് ഒക്കെ ചെയ്യുന്ന സമയത്തും 10ാം ക്ലാസ് കഴിഞ്ഞാലും നമ്മൾ ബാക്കി ഏത് ഫിഗറും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സർക്കിൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ പൈ ചാർട്ട് ഓർമ്മയുണ്ടോ? പൈ ചാർട്ട് അറിയാമല്ലോ എല്ലാവർക്കും. ആ പൈ ചാർട്ട് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഈ സർക്കിളിനെ നമ്മൾ പൈ ചാർട്ടാക്കി നമ്മൾ വരച്ചിട്ട് ഫിഗറിൽ നമ്മൾ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ സർക്കിൾ എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ ആയിക്കൊണ്ട് നമ്മൾക്ക് ഈ ഒരു പാഠത്തിൽ നമ്മൾ ഈ സർക്കിൾ എന്ന ഫിഗറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. ഈ സർക്കിൾ എന്ന് പറയുന്നതും എന്താണ്? ഇറ്റ്സ് ഓൾസോ എ ഫിഗർ വിച്ച് വി ഡ്രോൺ വിത്ത് എ സെറ്റ് ഓഫ് പോയിന്റ്സ്. കുറച്ച് പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ വരച്ച ഫിഗർ തന്നെയാണ്. ഓക്കെ, സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ് ഈ സർക്കിൾ. ഓക്കെ, സർക്കിൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പോയിന്റ്സ് ഡ്രോൺ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ്. ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് എന്നാണ് നമ്മൾ ഡ്രോൺ ചെയ്തത്, അല്ലേ? സർക്കിൾ വരക്കണമെങ്കിൽ നമുക്കറിയാം കോമ്പസ് ഒരു പോയിന്റിൽ വെച്ച് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്യും. അപ്പോൾ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്യണം ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും, അല്ലേ? ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ഇങ്ങനെ സ്കെയിലിൽ മെഷർ ചെയ്തിട്ട് അങ്ങനെ കോമ്പസ് കൊണ്ടാണ് നമ്മൾ സർക്കിൾ വരക്കുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ സർക്കിളിൻ്റെ ഓരോ ടേമുമാണ് നോക്കുന്നത്. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ സെൻറ്റർ, അതായത് സെൻറ്റർ എന്ന് വെച്ചാൽ കേന്ദ്രം. ഓക്കെ, മധ്യം, കേന്ദ്ര ബിന്ദുവാണ് ഈ സെൻറ്റർ. ഓക്കെ, ദിസ് വൺ ഈസ് സെൻറ്റർ. ഫ്രം ദി സെൻറ്റർ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ്. നമ്മളിപ്പോൾ ഒരു കോമ്പസ് വെച്ച് ഫിക്സഡ് ഡിസ്റ്റൻസിലാണ് നമ്മൾ എന്ത് വരക്കുന്നത്? ഒരു സർക്കിൾ വരക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഫിക്സഡ് പോയിന്റ് എന്ന് നമ്മൾ വരക്കുന്ന ഫിക്സഡ് ഡിസ്റ്റൻസ് ഇല്ലേ, അവിടത്തേക്ക് നമ്മൾ ആ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് വരച്ചിട്ട് നമ്മൾ സർക്കിളിൽ വരച്ച് പിന്നെ ഓരോ ഈ സർക്കിളിൻ്റെ പോയിന്റിലേക്കും യോജിപ്പിക്കുന്ന ആ ഒരു ലൈനിന് പറയുന്ന പേരാണ് എന്ത്? റേഡിയസ്. ഓക്കെ, വി ക്യാൻ ഡ്രോ എ ലോട്ട് ഓഫ് റേഡിയസ് ഹിയർ. ഓക്കെ, ഒരുപാട് റേഡിയസ് നമുക്ക് പിന്നെയും ഒരുപാട് വരക്കാൻ പറ്റും. അപ്പം റേഡിയസ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡിസ്റ്റൻസ് ദാറ്റ് വി ആർ ടേക്കിംഗ്. ആ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നില്ല, അതിനെയാണ് റേഡിയസ് എന്ന് പറയുന്നത്. അവിടത്തേക്ക് നമ്മൾ വരക്കുന്ന ജോയിൻ ചെയ്യുന്ന ലൈൻ, അല്ലെങ്കിൽ എനി ലൈൻ വിച്ച് ഇസ് ഡ്രോൺ ഫ്രം ദ സെൻറ്റർ ടു എനി പോയിന്റ് ഓഫ് ദ സർക്കിൾ. ഏത് പോയിന്റിലുമാണെങ്കിൽ നമുക്ക് എന്താക്കാം? സെൻറ്ററിൽ നിന്ന് ഒരു വര വരക്കാം. ആ വരയാണ് എന്ത് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് ഓഫ് റേഡിയസ്, ഒരുപാട് റേഡിയസിനെ പറയുന്ന പേരാണ് റേഡായി. ടഫ് ഒന്നല്ല റേഡിയസിൻ്റെ. ഇപ്പോൾ റേഡായി എന്നൊക്കെ കേൾക്കുമ്പം എന്താണ് റേഡായി എന്ന് വിചാരിച്ചിരിക്കരുതെന്ന് വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ റേഡിയസിൻ്റെ ഗ്രൂപ്പിനെയാണ് റേഡായി എന്ന് പറയുന്നത്. ഫിക്സഡ് പോയിന്റിന് സെൻറ്റർ എന്ന് പറയും. ഓക്കെ, ദിസ് ഫിക്സഡ് ഡിസ്റ്റൻസിന് റേഡിയസ് എന്ന് പറയും. ഗ്രൂപ്പ് ഓഫ് റേഡിയസിന് റേഡായി എന്ന് പറയും. ദെൻ ഇഫ് വി ജോയിൻ എനി ലൈക്ക് എ ലൈൻ
joining any 2 points of the circle. അതായത് സർക്കിളിൻ്റെ ഏതെങ്കിലും 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വരക്കുന്ന ഒരുപാട് വരക്കാൻ പറ്റും ലൈൻസ് അല്ലേ. ഏതെങ്കിലും 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് വരക്കുന്ന ആ ഒരു ലൈനെ പറയുന്ന പേര് കോഡ്. വാട്ട് ഈസ് കോഡ്? കോഡ് ഈസ് എ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിന് പറയുന്ന പേരാണ് കോഡ്. ഓർത്ത് വെക്കുക. റേഡിയസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡയാമീറ്റർ എന്താണെന്ന് നോക്കാം. ദിസ് കോഡ് ഓൺലി കോഡ് വെൻ പാസസ് ത്രൂ ദ സെൻറ്റർ. നമ്മൾ സെൻറ്ററിന് പാസ് ചെയ്യാതെയാണ് നമ്മൾ കോഡ് വരക്കുന്നത്. പക്ഷേ എപ്പോഴാണോ കോഡ് സെൻറ്ററിലെ പാസ് ചെയ്യുന്നത്, സച്ച് കോഡ്സ് ആർ കോൾഡ് ആസ് ഡയാമീറ്റർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബിഗ്ഗസ്റ്റ് കോഡ് അല്ലേ. ഏറ്റവും വലിയ കോഡിനെയാണ് എന്ത് പറയുന്നത്? കോഡ് തന്നെയാണ്, പക്ഷെ ഇറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ. സോ ബിഗ്ഗസ്റ്റ് കോഡിനെയാണ് എന്ത് പറയുന്നത്? ഡയാമീറ്റർ എന്ന് പറയുന്നത്. സോ ഇത്രയും ടേംസ് ഓർത്ത് വെക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി കുറച്ചും കൂടി ടേംസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ്, നമ്മളിപ്പം പ്രൂവ് ചെയ്യാൻ പഠിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഞാൻ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഞാൻ പറയുന്ന കുറച്ച് അഡീഷണലി നിങ്ങൾ യു ഷുഡ് നോ ദിസ്. നമ്മൾ പറഞ്ഞു ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ദ കോഡ് വിച്ച് പാസസ് ത്രൂ ദ സെൻറ്ററിലൂടെ അല്ലെങ്കിൽ കേന്ദ്രബിന്ദുവിലൂടെ പാസ് ചെയ്യുന്ന ലൈനെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്ററിൻ്റെ മലയാളം ഐ തിങ്ക് വ്യാസം എന്നാണ് തോന്നുന്നു. സോ ഈ വ്യാസം എന്ന് പറയുന്നത്. സോ ഈ ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? റേഡിയസ് പ്ലസ് റേഡിയസ് അല്ല. ഒരു റേഡിയസ് 2 റേഡിയസ് അവിടെ കിടക്കുന്നുണ്ട് അല്ലെ. ഈ ലൈൻ പാസ് ചെയ്യുമ്പോൾ 2 റേഡിയസ് ആണിത്. ഇവിടെയും ഒരു റേഡിയസ് ഉണ്ട്, ഇവിടെയും ഒരു റേഡിയസ്. സോ റേഡിയസ് പ്ലസ് റേഡിയസ് 2r. സോ വി ക്യാൻ ഓൾസോ ഫൈൻഡ് ഔട്ട് ദ ഡയമീറ്റർ ഇഫ് 1r ഈസ് ഗിവൺ. ഒരു റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ 5 ആണെങ്കിൽ ഡയമീറ്റർ എത്രയായിരിക്കും? 5 + 5 that is 10. So 2r is equal to diameter. That you should know. Then one thing we should know that സർക്കിൾ വരച്ച് സർക്കിളിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ആർക്ക് എന്ന് പറയും. ആർക്ക് ഓക്കെ. ഇനി ആ ഒരു പോർഷൻ നമ്മൾ എന്താക്കാണ്? സെൻറ്ററിലേക്ക് ഇട്ട് 2 ലൈൻസ് വരയ്ക്കാണ്. ദെൻ ഫോംസ് എ സെക്ടർ. അങ്ങനെ വരച്ച ഫോം ചെയ്തതിന് എന്ത് പറയും? സെക്ടർ എന്ന് പറയും. സോ ഈ കാര്യങ്ങളൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? Diameter is the biggest chord which passes through the center of the circle, and diameter is also called as 2r. 2 radius is called 2 into 1 radius. That is also called as diameter. So ഈ ഒരു പോയിന്റും ഓർക്കേണ്ടതാണ്. സോ ഈ ആർക്ക് എന്ന് വരക്കുന്ന ആ ഒരു 2 ലൈൻസും ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആ ഒരു ഉള്ള ഇന്നർ സൈഡിൽ പറയുന്ന പേര് സെക്ടർ എന്നാണ്. അപ്പോൾ സെക്ടർ എന്താണ്? നമുക്ക് സെപ്പറേറ്റ് വരക്കണമെങ്കിൽ ദിസ് ഈസ് ദ സെക്ടർ. ഓക്കെ, ഇനി സെക്ടർ കഴിച്ചിട്ട് ബാക്കി വരുന്ന പോർഷൻസ് ഇല്ലേ. ഇപ്പോൾ നമ്മൾ സെക്ടർ എടുത്തൊരു പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് സെക്ടർ. ബാക്കി വരുന്ന പോർഷൻസിനെ പറയുന്നതാണ് കോംപ്ലിമെൻ്ററി ആർക്ക്. ഓക്കെ, കോംപ്ലിമെൻ്ററി ആർക്ക്. ഈ ആർക്ക് നമ്മൾ ഈ ഒരു ഭാഗം എടുത്ത് ബാക്കിയുള്ള ഒരു പോർഷൻ ഇല്ല, അതിന് കോംപ്ലിമെൻ്ററി ആർക്ക് എന്ന് പറയും. സോ ഇത്രയും പോയിൻറ്റ്സും കൂടി ഓർക്കുക. ഓക്കെ, നമ്മൾ സർക്കിളിനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇതിന് ശേഷം ഞാൻ വേറൊരു പോയിന്റും കൂടി പറഞ്ഞു തരാം. നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ വെച്ചിട്ടാണ് ഇവിടെ ഒരുപാട് പ്രൂവ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു ഫീച്ചറും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. Draw a right angle like this. Okay. സോ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്, PQR. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ P എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ വി ഓൾസോ നോ ദാറ്റ് സ്മോൾ ക്ലാസ്സസ്, ചെറിയ ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ P പ്ലസ് ആംഗിൾ Q പ്ലസ് ആംഗിൾ R ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൻ്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി എന്ന് അറിയാം. ഓക്കെ, നമ്മൾ അപ്പോൾ ആംഗിൾ P എത്രയാണ്? 90 ഡിഗ്രി പ്ലസ് ആംഗിൾ Q പ്ലസ് ആംഗിൾ R ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ അപ്പോൾ നമ്മൾക്കറിയാം ആംഗിൾ Qൻ്റെയും ആംഗിൾ Rൻ്റെയും സമ്മാണ്. ആംഗിൾ Qനാണ് എക്സ് ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. എക്സ് ഡിഗ്രി പ്ലസ് ആംഗിൾ Q Y ഡിഗ്രി, ആംഗിൾ R എക്സ് ഡിഗ്രി, ആംഗിൾ Q Y ഡിഗ്രി കൊടുത്തു. അത് നമ്മൾക്ക് അറിയില്ല വാല്യൂ. സോ 90 ഡിഗ്രി ആംഗിൾ P ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ x degree plus y degree is equal to 180 minus 90 degree is equal to
90 ഡിഗ്രി. അതായത് ഈ എക്സിൻ്റെയും വൈൻ്റെയും സം എത്രയാണ്? 90 ആണ്. ബിക്കോസ് ഇത് ടോട്ടൽ 180 ആവുന്ന സമയത്ത് 90 കഴിച്ചാൽ ബാക്കിയുള്ളത് എത്രയായിരിക്കണം? ബാക്കി 90 ബാക്കിയുണ്ട് അല്ലേ? അത് ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിലും എന്താണ്, രണ്ടും കൂട്ടിയാലാണ് നമുക്ക് 90 ഡിഗ്രി കിട്ടുന്നത്. സോ വി ഷുഡ് നോ ദാറ്റ് in right angle triangle the two angles are acute angles and ബാക്കിയുള്ള remaining two angles are acute angles എന്താണ്, ചെറിയ ആംഗിൾസ് ആണ്. the angles which are below 90 degree are called as acute angles. so acute angles ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്ന രണ്ട് ആംഗിൾസും. ഈ ഒരു കാര്യവും കൂടി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. സോ ലെറ്റ്സ് ഗോ ഇൻടു എ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ഇതാണ്: draw two lines from the ends of a diameter to any point on the circle. അതായത് ഡയാമീറ്ററിൻ്റെ രണ്ട് അറ്റത്ത് നിന്നും ഏതെങ്കിലും രണ്ട് ലൈൻ വരച്ചിട്ട് എവിടത്തേക്ക് വരക്കണം? ഏതെങ്കിലും ഒരു പോയിന്റിൽ, സർക്കിളിൽ ഒരു പോയിന്റിലേക്ക്. സോ I've drawn here like this. Okay, so we got a triangle here. Prove that triangle is a right angle triangle. ഈ നമ്മൾ ഫോം ചെയ്ത ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവണമെങ്കിൽ ഈ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. ഓക്കെ, നമ്മൾക്കത് പ്രൂവ് ചെയ്തേ പറ്റൂ. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ എന്താക്കുക, ഈ ട്രയാങ്കിളിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. സോ വി ആർ ഗോയിങ് ടു ഡിവൈഡ്. ഓക്കെ, ഓയിൽ നിന്നും. സോ ഫ്രം ദ സെൻറ്റർ ഓ we let us draw a line like this. Okay, OR വരക്കാം. Here we got two triangles, angle PQR and triangle angle PQ അല്ല POR and ORQ അല്ലേ? ഇങ്ങനെ നമ്മുടെ രണ്ട് ട്രയാങ്കിൾ ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഹിയർ നമ്മൾക്കറിയാം ദിസ് ഈസ് എ റേഡിയസ് അല്ലേ? ഇതും റേഡിയസ് ആണ്. ഈ ബിന്ദുവിൽ നിന്നും നമ്മളൊരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ ദാറ്റ് ടു ആർ റേഡിയസ്. ഹിയർ ഓൾസോ റേഡിയസ് അല്ലേ? സോ ഇത്രയും റേഡിയസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പി ഒ എന്ന് പറയുന്നതും ഈ ഒ ആർ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. സോ ടു സൈഡ്സ് ഓഫ് ദിസ് വൺ ട്രയാങ്കിൾ ഈസ് ഈക്വൽ. ആംഗിൾ പി ഒ ആറിൽ പി ഒ ഈസ് ഈക്വൽ ടു ഒ ആർ ആൻഡ് ആംഗിൾ ഒ ആർ ക്യൂവിൽ ഒ ക്യൂ ഈസ് ഈക്വൽ ടു ഒ ആർ. അപ്പം വി ഗോട്ട് ഇറ്റ്. ദീസ് ടു ആർ ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 9th. സോ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ദ ട്രയാങ്കിൾ ഇൻ വിച്ച് ടു സൈഡ്സ് ആർ ഈക്വൽ. സോ ബോത്ത് ആർ ഐസോസിലസ് ട്രയാങ്കിൾ. ഓക്കെ, in isosceles triangle we know that equal sides in the opposite ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ഈ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ആംഗിൾ ആർ. സോ വിൽ ഗിവ് എക്സ് ഡിഗ്രി. ആൻഡ് ഈ ഒരു ഒ ആർ എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ് പി. സോ അത് എഴുതിയതിന് ശേഷം നമ്മൾക്ക് എഴുതാം ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. എന്താണ്? ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. ഈക്വൽ സൈഡ്സ് ഐസോസിലസ് ട്രയാങ്കിളിലെ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ പി ഒ എന്ന് പറയുന്നതിൻ്റെ ആംഗിൾ ഓപ്പോസിറ്റ് ഉള്ളതാണ് ആർ ആൻഡ് ഒ ആറിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ആംഗിൾ പി. സോ ദീസ് ആർ ഈക്വൽ. ഹിയർ ഓൾസോ നമ്മുടെ ഈ ഒരു ഒ ക്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു ആംഗിൾ O. Right? Two angles are also equal. So here I am giving x degree, here I am giving y degree. Okay, so നമ്മൾക്കറിയാം ഇതിൻ്റെ ഈ ആംഗിൾ ട്രയാങ്കിൾ മൊത്തത്തിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? നമ്മൾക്കറിയാം 180 ഡിഗ്രി കിട്ടണം. സോ നമ്മളിവിടെ ആംഗിൾ പി പ്ലസ് ആംഗിൾ, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മായ്ച്ചോട്ടെ, ക്വസ്റ്റ്യൻ മായ്ക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു ഇവിടെ? ഫസ്റ്റ് നമ്മൾ ഒ ആർ എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് മനസ്സിലാക്കി. ബിക്കോസ് ടു റേഡിയസ് ആണ്, റേഡിയസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ടു സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറയാൻ പറ്റും ദിസ് ഇസ് എൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്?
രണ്ട് ഈക്വൽ സൈഡ്സ് ആയിട്ടുള്ള ഈ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ഫസ്റ്റ് വി ഹാവ് റിട്ടൺ ഹിയർ പി ഒ ഈസ് ഈക്വൽ ടു ഒ ആർ ആൻഡ് ഇൻ ട്രയാങ്കിൾ ഒ ആർ ക്യു ഈസ് ഈക്വൽ ടു ഒ ആർ. ഓക്കെ, ആൻഡ് angle P is opposite to the side angle OR, so അത് equal to angle R which is opposite to the side PO. അതേപോലെ ഇൻ ഒ ക്യു ആറിൽ ഈ ഒരു സൈഡ് ഒ ക്യൂൻ്റെ സൈഡിലുള്ള ആംഗിളാണ് ആംഗിൾ ആർ അല്ലേ, ഒ ക്യൂൻ്റെ സൈഡിലുള്ള ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ആംഗിൾ ആർ. അത് ഈക്വൽ ടു നമ്മുടെ നെക്സ്റ്റ് സൈഡ് ഏതാ ഒ ആറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ക്യൂ, ആംഗിൾ ക്യൂ. സോ ആംഗിൾ ക്യൂവും ആംഗിൾ ആറും ഈക്വൽ ആണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ എക്സ് ഡിഗ്രി, നമ്മളിവിടെ ആംഗിൾ പിയും ആംഗിൾ ആറും എന്താ കൊടുത്തിട്ടുള്ളത്, എക്സ് ഡിഗ്രി പ്ലസ് ഇവിടെ വൈ ഡിഗ്രി പ്ലസ് ഇവിടെ വൈ ഡിഗ്രി. ഈ ഇത്രയും ആംഗിൾസും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം, ഇവിടെ എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി പ്ലസ് y degree, we should get what 180 degree അല്ലേ. ടോട്ടൽ ആംഗിൾ എത്രയാണ് 180 degree. സോ ഇവിടെ 2x plus 2y is equal to 180 degree. Then 2 is common, we'll take the outside. 2 into x plus y is equal to 180 degree, and x plus y is equal to 180 divided by 2 is equal to 90 degree. Got it? സോ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് നമ്മൾ ആംഗിൾ പിയും ആംഗിൾ ആറും ഈക്വൽ ആണ്, ആംഗിൾ ക്യൂവും ആംഗിൾ ആറും ഈക്വൽ ആണ് അക്കോർഡിംഗ് ടു ഐസോസിലസ് ട്രയാങ്കിൾ. ഈ ഒരു തിയറം നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്, അത് ഓർത്ത് വെക്കേണ്ടതാണ്. അതിൻ്റെ ബേസിസിൽ നമ്മളിവിടെ ആംഗിൾ പിക്കും ആംഗിൾ ആറും ഒരേ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു, വി നോ ദ വാല്യൂ. സോ അതേപോലെ ആംഗിൾ ക്യൂക്കും ആംഗിൾ ആറിനും വൈ ഡിഗ്രി കൊടുത്തു. എന്നിട്ട് അതൊക്കെ കൂട്ടിയാൽ കിട്ടുന്നത് ആംഗിൾ 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ 2x plus 2y, അത് നമ്മൾ x plus x 2x ആയിട്ടും y plus y 2y is equal to 180 ഡിഗ്രി എന്ന് എഴുതി. 2 കോമൺ ആയതുകൊണ്ട് പുറത്തെടുത്ത് x plus y ബ്രാക്കറ്റിലിട്ടിട്ട് 180 ഡിഗ്രി എന്ന് എഴുതി. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. സോ ഹിയർ 90 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടുപിടിച്ചത് ഏത് ആംഗിളാണ്, എക്സ് പ്ലസ് വൈ. ഈ രണ്ടും കൂടി എക്സ് പ്ലസ് വൈ. അപ്പം വി ഗോട്ട് ദെർഫോർ ആംഗിൾ ആർ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. വി പ്രൂവ്ഡ് ദാറ്റ് ദിസ് ട്രയാങ്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. സോ ഇത്രയും ഈസിയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡയാമീറ്ററിന് എവിടെയും പിന്നെ താഴെ ഒരു 2 ലൈൻസ് ജോയിൻ ചെയ്താലും കിട്ടുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. അതായത് if we draw 2 lines from the end of a diameter and if we are getting a triangle, that triangle should be 90 degree angle or right angled triangle. അതാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ വി ക്യാൻ ഈസിലി സേ ദാറ്റ് or we can understand that any 2 lines joining from the ends of a diameter and forming a triangle will be which triangle? Right angled triangle. So this is the thing which we have to understand from here. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത്, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 90 ഡിഗ്രി ആണോ. നെക്സ്റ്റ് നമ്മൾക്ക് 2 കാര്യം കൂടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നെ അടിയിൽ വരുന്നുണ്ട്, അതെന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ, പ്രൂവ് ദാറ്റ് ആംഗിൾ പി ആർ ക്യൂ ഈസ് ലെസ് ഓർ മോർ ദാൻ 90 ഡിഗ്രി. നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, അതും ഡയമീറ്ററിൻ്റെ 2 അറ്റത്ത് നിന്നും 2 ലൈൻസ് വരച്ചു. പക്ഷേ ദ 2 ലൈൻസ് ജോയിൻ ഇൻസൈഡ് ദ സർക്കിൾ അല്ലേ, ഓൺ ദ സർക്കിൾ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിളും അതൊരു റൈറ്റ് ആംഗിളാണോ നമുക്കറിയാം. പക്ഷേ ഇവിടെ നോക്ക്, ദിസ് 2 ലൈൻസ് ഇസ് ജോയിൻഡ് ഇൻസൈഡ് ദ സർക്കിൾ. ഇങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യുക അത് പിന്നെ 90 ഡിഗ്രിയേക്കാളും കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ എന്നാണ് വി ഹാവ് ടു പ്രൂവ്. സോ ഹിയർ വി നോ ദാറ്റ് നമ്മൾക്കൊരു എക്സ്റ്റൻഷൻ കൊടുക്കുക. ഇവിടുന്ന് ഒരു ഞാൻ എക്സ്റ്റൻഷൻ കൊടുത്താൽ ഡോട്ട് ആയിട്ട് വരച്ചിട്ടുള്ളത്. ഈ ഡോട്ട് ലൈൻ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. ദാറ്റ് വി നോ ദാറ്റ് റൈറ്റ്. 90 ഡിഗ്രി ആംഗിൾ ആണെന്ന് നമ്മൾ പഠിച്ചു, ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തു, ഓക്കെ, പ്രൂവ് ചെയ്തു. ഈ 90 ഡിഗ്രി ആംഗിൾ ഇവിടെ ദിസ് ഇസ് ഇന്നർ ആംഗിൾ. സോ നമ്മൾ ഔട്ടർ ആംഗിളിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഹിയർ ആംഗിൾ പി ആർ ക്യൂ ഈസ് ഗിവൺ. So by extending we got what? By extending we got angle triangle
RSQ. Okay, here angle S is equal to 90 degree. Angle S is equal to 90 degree. ഇനി ഔട്ടർ ആംഗിൾ, അതായത് ഇവിടുത്തെ ഈ ആംഗിൾ 90 ഡിഗ്രിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഔട്ടർ ആംഗിളാണ് ആംഗിൾ ആർ. ആംഗിൾ ആർ ഈസ് ആൻ ഔട്ടർ ആംഗിൾ അല്ലേ, പുറത്ത് വരുന്ന ആംഗിളാണ്. എന്തിൻ്റെ പുറത്ത് വരുന്ന ആംഗിൾ? RSQവിൻ്റെ പുറത്ത് വരുന്ന ഒരു ആംഗിളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ആംഗിൾ വരച്ചിട്ട് അതിൻ്റെ സോ ദിസ് ട്രയാങ്കിൾ, ഓക്കെ, ദിസ് ഇസ് ഔട്ടർ ആംഗിൾ ഓഫ് ദിസ് ആംഗിൾ. അപ്പം ഔട്ടർ ആംഗിൾ എന്തായിരിക്കും? ഔട്ടർ ആംഗിളിൻ്റെ ഫീച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് ആംഗിൾസിൻ്റെയും ആംഗിൾ എസിൻ്റെയും ആംഗിൾ ക്യൂവിൻ്റെയും സം ആയിരിക്കും ആംഗിൾ ആർ. മനസ്സിലായോ? അതായത് ടു ഇന്നർ ആംഗിൾസിൻ്റെ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്, RSQ എടുത്താൽ ആംഗിൾ എസും ആംഗിൾ ക്യൂവും ഇന്നർ ആംഗിൾസും, ആംഗിൾ ആർ എന്ന് പറയുന്നത് ഒരു ഔട്ടർ ആംഗിളുമാണ്. ഈ ഔട്ടർ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടു ഇന്നർ ആംഗിൾസിൻ്റെ സം ആയിരിക്കും. അതായത് ആംഗിൾ ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ അല്ലേ, ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ. ആംഗിൾ എസ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് 90 ഡിഗ്രി പ്ലസ് ആംഗിൾ ക്യൂ. അപ്പം ആംഗിൾ ആർ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രീൻ്റെ കൂടെ എത്രയോ ആഡ് ചെയ്താൽ, നമ്മൾക്ക് എത്രയോ ഡിഗ്രി ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ആംഗിൾ ആർ. So we can from here itself we can prove that 90 ഡിഗ്രീൻ്റെ കൂടുതൽ വരുന്ന ഒരു വാല്യൂ ആയിരിക്കും. അപ്പം ആംഗിൾ PRQ അല്ലെങ്കിൽ ആംഗിൾ ആർ ഓർ ട്രയാംഗിൾ PRQ is more than 90 ഡിഗ്രി ആംഗിൾ അല്ലേ, ഇങ്ങനെ വരുന്നില്ല ആംഗിൾ. Therefore angle R is value more than 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആംഗിൾ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മോർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും, അക്യൂട്ട് ആംഗിൾ ആയിരിക്കില്ല. ബിക്കോസ് വി നോ ദാറ്റ് ടു ഇന്നർ ആംഗിൾസിൻ്റെ സം ആയിരിക്കും ഈ പുറത്തുള്ള ആംഗിൾ. അങ്ങനെയാവുന്ന സമയത്ത് ഈ ടു ഇന്നർ ആംഗിൾസിൽ ഒന്ന് എന്തായാലും 90 ഡിഗ്രിയാണ്. അപ്പം 90 ഡിഗ്രിക്ക് കൂടെ ഒരു വാല്യൂ കൂട്ടിയാലാണ് ആംഗിൾ ആറ് കിട്ടുന്നതെങ്കിൽ we can conclude that 90 degree plus Q is equal to angle R. Therefore angle R is more than angle S, that is 90 degree. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞങ്ങളുടെ പാഠത്തിൽ ഈ രണ്ട് ഞാൻ ഇത് പ്രീവിയസ് ചെയ്തതിൻ്റെ താഴേറ്റ് വരുന്നതാണ്. നമ്മളിപ്പോൾ ഇന്നർ സർക്കിളിൽ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് അത് അക്യൂട്ട് ആണോ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആണോ, എന്താണ് മോർ ദാൻ 90 ഡിഗ്രി ആണോ ലെസ് ദാൻ 90 ഡിഗ്രി ആണോ എന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അതേപോലെ നമ്മൾ സാധാ ഒരു ട്രയാങ്കിൾ മട്ടത്രികോണം അല്ലെങ്കിൽ എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ട് ഒരു എക്സ്റ്റൻഷൻ പുറത്തേക്ക് കൊടുക്കുക, ഡ്രോ എക്സ്റ്റൻഷൻ, ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരച്ചിട്ട് അവിടുന്ന് ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ എന്താണ് വെദർ ദ ട്രയാങ്കിൾ ഈസ് മോർ ഓർ ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. സോ ഹിയർ ഓൾസോ വി ക്യാൻ യൂസ് ദിസ് എന്താണ് മെത്തേഡ് അല്ലെങ്കിൽ ദ തിയറം. This is the outer angle, this is 90 degree, we know that this is the outer angle of angle S and angle Q. അതായത് ഈ ഒരു ട്രയാങ്കിൾ ഔട്ട്സൈഡ് ഫോം ചെയ്യുന്ന ഒരു ട്രയാങ്കിളിൽ ആംഗിൾ RSQൻ്റെ ഔട്ടർ ആയിട്ട് വരുന്ന ആംഗിളാണ് എന്ത് 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ R. സോ ഹിയർ ടു ട്രയാങ്കിൾസ് ക്യാൻ ബി ഫോംഡ്, ട്രയാങ്കിൾ PRQ ആൻഡ് ട്രയാങ്കിൾ RSQ അല്ലേ. ഈ രണ്ട് ട്രയാങ്കിളാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് പ്രൂവ് ചെയ്യുന്നത് ആംഗിൾ എസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിനാണെങ്കിൽ കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ എന്ന്. എന്തായാലും വി നോ ദാറ്റ് ഹിയർ ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ദാറ്റ് വി നോ അല്ലേ. ഹിയർ ആംഗിൾ എസ് എന്ന് പറയുന്നത് വി ഡോണ്ട് നോ അല്ലേ. പക്ഷെ വി നോ എ തിയറം, ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ടു ഇന്നർ ആംഗിൾസ്, രണ്ട് ഉള്ളിലുള്ള ആംഗിൾസിൻ്റെ സം ആയിരിക്കും. അപ്പം ഞാൻ എടുക്കട്ടെ, ഈ RSQ എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്ത് നോക്കാം നമുക്ക്. ഈ RSQവിൻ്റെ രണ്ട് ആംഗിൾ ഏതാ? ആംഗിൾ എസും ആംഗിൾ ക്യൂയും. ഈ രണ്ടിനെയും സമ്മാണ് നമ്മുടെ പുറത്തത്തെ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയൊരു ട്രയാങ്കിൾ വരച്ചാൽ നമ്മളിവിടെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ABC ആംഗിൾ എയും ആംഗിൾ ബിയും കൂട്ടിയാൽ കിട്ടുന്ന ആംഗിളാണ് ഔട്ടർ സൈഡിലുള്ള ആംഗിൾ. ഇവിടെ ഉള്ളിലുള്ളതല്ല, പുറത്തുള്ള ഒരു ആംഗിൾ എന്ന് പറയും. അതേപോലെ ഒരു മെത്തേഡ് നമ്മളിവിടെ ആംഗിൾ എസും ആംഗിൾ ക്യൂവും കൂട്ടിയാൽ നമുക്ക് ആംഗിൾ ആറ് കിട്ടും. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താണ് ആംഗിൾ ആർ
ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ. ആംഗിൾ ആർ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്, ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആംഗിൾ എസ്, ഇവിടെ ആംഗിൾ എസ് നമുക്ക് കിട്ടണമെങ്കിൽ എന്താക്കണം, 90 ഡിഗ്രി മൈനസ് ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് അല്ലേ. അതായത് ഈ ആംഗിൾ എസ് കിട്ടണമെങ്കിൽ നമ്മൾ 90 ഡിഗ്രിന്ന് ആംഗിൾ ക്യൂ എത്രയാണോ അത് മൈനസ് ചെയ്യണം. ദാറ്റ് മീൻസ് ആംഗിൾ എസ് വിൽ ബി therefore ആംഗിൾ എസ് വിൽ ബി a value which is less than 90. എത്രയോ വാല്യൂ കുറച്ചാൽ എന്തായാലും 90 കുറവുള്ള ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലാക്കാം. സോ ഇത്രയുമാണ് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ അത് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി എഴുതാം അത്. ഓക്കെ, ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. ദാറ്റ് ഈസ് ആംഗിൾ എസും ആംഗിൾ ക്യൂ നമ്മൾക്ക് അറിയില്ല, ആംഗിൾ ആർ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്നും അറിയാം. സോ ഇനിയിപ്പം ആംഗിൾ എസ് നമുക്ക് കിട്ടണം എന്താക്കണം, നമ്മൾ ആംഗിൾ എസ് കിട്ടണമെങ്കിൽ ക്യൂ ഇപ്പുറം കൊണ്ടുവന്നാൽ 90 ഡിഗ്രിന്ന് ആംഗിൾ ക്യൂവിനെ മൈനസ് ചെയ്യണം അല്ലേ. അതായത് 90 ഡിഗ്രിയാണ് ഇതിന് രണ്ടും കൂടെ കിട്ടുന്ന വാല്യൂ എങ്കിൽ ഒരു വാല്യൂ, ഒരു ആംഗിളിൻ്റെ വാല്യൂ ആണെങ്കിൽ മറ്റൊരു ആംഗിളിൻ്റെ വാല്യൂ മൈനസ് ചെയ്യണം. 90 ഡിഗ്രി മൈനസ് ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു ആംഗിൾ എസ്. ഹിയർ 90 ഒരു വാല്യൂ മൈനസ് ചെയ്ത് എന്തായാലും 90 അങ്ങോട്ട് കുറവല്ല കിട്ടണേ. അപ്പോൾ നമ്മൾ ആംഗിൾ എസ് എന്തായാലും ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് പ്രൂവ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത്. ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസ് നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്ത് ഈ ഒരു ക്ലാസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ പ്രീവിയസ് എടുത്തത് CBSE 9th സ്റ്റാൻഡേർഡിൻ്റെ നമ്പർ സിസ്റ്റം എന്നുള്ള ചാപ്റ്ററിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ലെക്ചേഴ്സാണ്. അത് കാണാത്തവർ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പം എല്ലാവരും പോയി ആ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ഒരു ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് മൈ ചാനൽ ഓൾസോ, ആൻഡ് ഓൾസോ പ്രസ് ദ ലൈക്ക് ആൻഡ് ഷെയർ ബട്ടൺ, ആൻഡ് ഓൾസോ കമൻറ്റ് ഇഫ് യു ഹാവ് എനി സജഷൻസ് ഓർ ഒപ്പീനിയൻസ്. താങ്ക് യു സോ മച്ച്.